ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് റവറൻഡ് BM ശാലേം. ഞാനിപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കൽപ്പാറപ്പറ്റ ലൂഥറൻ സഭയുടെ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ സ്വദേശം നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് മാരായമുട്ടം എന്ന സ്ഥലമാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ പപ്പ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അമ്മ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു, ഒരു സുവിശേഷക പ്രസംഗിയായിരുന്നു. ഇപ്പോൾ അമ്മ ഈ ലോകത്തിലില്ല. എൻ്റെ അനുജൻ ലൂഥറൻ സഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഒരു അനുജത്തിയുണ്ട്, ഒരു ലൂഥറൻ സഭയുടെ ശുശ്രൂഷകൻ്റെ ഭാര്യയായിരുന്നു. അതുമാത്രമല്ല, ഞാൻ വിവാഹിതനാണ്. ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് പൊൻവിള സ്വദേശിയായ സിനി എന്ന വ്യക്തിയാണ്. അവരിപ്പോൾ CSI ലോ കോളേജിലെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. മകൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്. കുഞ്ഞു പ്രായം മുതൽ തന്നെ ദൈവാലയമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞു പ്രായം മുതൽ പറയുമായിരുന്നു, ദൈവാലയം, പള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യമേ ഉള്ളൂ. ആയതിൽ കാരണം പള്ളിയിലുള്ള എല്ലാ ആരാധന, ഞായറാഴ്ച ആരാധന മാത്രമല്ല, ഭവനാരാധനകൾ, ഇടയാരാധനകൾ, ഇനി ദൈവാലയത്തിൽ എന്ത് പ്രവർത്തനമുണ്ടെങ്കിലും അതിൻ്റെ മുൻപന്തിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. പാട്ട് കുഞ്ഞുനാൾ മുതൽ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗായക സംഘത്തിൽ കുഞ്ഞുനാൾ മുതൽ കൊയറിൽ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാലയത്തിലുണ്ടായിരുന്നു. പള്ളിയിലെ കപ്പ്യരായിട്ട് സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം. അങ്ങനെ ദൈവാലയമായിട്ടുള്ള വലിയൊരു ബന്ധം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോഴും ഞായറാഴ്ച വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല, ഞായറാഴ്ച പള്ളിയിൽ തന്നെ ആയിരിക്കണം, അങ്ങനെ വേണം നീ അഡ്മിഷനൊക്കെ എടുക്കാനായിട്ട് അമ്മ എന്നെ ഉപദേശിച്ചത്. ദൈവകൃപയാൽ എനിക്ക് PG പഠനം വരെ പൂർത്തീകരിക്കുവാൻ കൃപ നൽകി. പക്ഷേ ഒരിക്കലും ഞായറാഴ്ച ആരാധനകൾ മുടക്കിയിട്ടില്ലായിരുന്നു. പാട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, കുഞ്ഞുനാൾ മുതൽ തന്നെ പാട്ടിനോട് കമ്പമുണ്ടായിരുന്നത് കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ വെക്കേഷൻ സമയത്ത് ഹാർമോണിയം പഠിക്കുവാനായിട്ട് ഒരു അവസരം ദൈവം എനിക്ക് നൽകി. 2 വർഷക്കാലം ഹാർമോണിയം പഠിച്ചതിന് ശേഷം അമ്മ ഒരു കീബോർഡ് വാങ്ങി തന്നു. അപ്പോൾ കീബോർഡ് വാങ്ങിയിട്ട് അത് സത്യം പറഞ്ഞാൽ അത് ഓൺ ചെയ്യാൻ അറിയില്ല. പക്ഷേ ഞാനത് വെച്ച് കൊച്ചു പള്ളികളിൽ, ചെറിയ പള്ളികളിലൊക്കെ പോയിട്ട് കൺവെൻഷനൊക്കെ പാടാനായിട്ട് പോയി. ആദ്യം ട്രാക്കൊക്കെ ഇട്ടാണ് പാടുന്നത്. 1-2 കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിലുള്ള. അപ്പോൾ ഞങ്ങളിങ്ങനെ, അത് ഇന്ന സഭയെന്നില്ല, കാത്തലിക് മുതൽ പെന്തക്കോസ് ചർച്ച വരെയുള്ള പള്ളികളിലൊക്കെ പാട്ട് പാടുവാനായിട്ട് പോകും. പൈസ പ്രതിഫലമൊന്നും നിശ്ചയിച്ചിട്ടല്ല ഞങ്ങളങ്ങനെ പോകുന്നത്. പിന്നെ അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുമെന്ന്. അതെൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഇങ്ങനെ ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ യെരുശലേമിൽ യഹൂദിയയിൽ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണമെന്നുള്ളത്. അപ്പോൾ ആദ്യം എൻ്റെ സ്വന്തം സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ചെറിയ കൺവെൻഷനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നെയ്യാറ്റിങ്കര താലൂക്കിനകത്തുള്ള പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കൃപ നൽകി. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരം അമരവിള ബ്രാഞ്ചിൽ പ്രവർത്തിക്കാനുള്ളൊരു അവസരം കൂടി എനിക്ക് ലഭ്യമായി. അപ്പോൾ ആ ബ്രാഞ്ച്, തിരുവനന്തപുരം ബ്രാഞ്ച് ഒരു പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ആത്മഹത്യക്കെതിരെ ഒരു അവബോധ ഒരു യാത്ര, 3 ദിവസത്തെ ഒരു യാത്രയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള എല്ലാ ജംഗ്ഷനുകളിലും പോയിട്ട് ഇതിനെക്കുറിച്ചൊരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയത് ഞാൻ ഒരു മ്യൂസീഷ്യനാണ്, പാട്ട് പാടാൻ അറിയാം, കീബോർഡ് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവർ ഒരാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെന്നെ അതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ആ ഒരു ടെമ്പോ വാനിനകത്തിരുന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള എല്ലാ ജംഗ്ഷനുകളിലും പോയി നിന്നിട്ട് പാട്ട് പാടുവാനായിട്ടും എനിക്കൊരു അവസരം കിട്ടി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വതന്ത്ര സുവിശേഷ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടീമുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിനകത്തുള്ള ഏകദേശം ജില്ലകളിൽ പോയി പാടുവാനായിട്ട് ദൈവം അവസരം നൽകി. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെയാണ്, എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യത്തിൽ വിശ്വസ്തനായിരുന്ന ദൈവം എന്നെ പടിയായിട്ട് ഉയർത്തുമെന്നുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിലുള്ള ഏകദേശം 16ഓളം സ്റ്റേറ്റുകളിൽ പോയിട്ട്, ഗ്രാമങ്ങളിൽ പോയിട്ട് ഈ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന ശുശ്രൂഷയിലൂടെയാണ് അങ്ങനെ എനിക്ക് പ്രവർത്തിക്കുവാൻ ദൈവം കൃപ നൽകി. ഏകദേശം 20ഓളം പ്രാവശ്യം, അത് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസത്തിൽ കൂടുതലൊക്കെ റോഡിലാണ്, ടെമ്പോ ട്രാവലിലൂടെ സൗണ്ട് സിസ്റ്റമായിട്ട് പോകുന്നതാണ്. ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് സുവിശേഷം അറിയിക്കുന്ന ആ ഒരു രീതി, പാട്ടുകൾ പാടി അയൽ രാജ്യമായ നേപ്പാൾ, ഭൂട്ടാൻ, അവിടെയൊക്കെ പോയി പാടുവാനുള്ളൊരു അവസരം ദൈവം കൃപ നൽകി.
അപ്പോൾ സംഗീതം എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെയ്തിട്ടുണ്ട്. ദൈവവിളി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് പാട്ടിലൂടെ സുവിശേഷം അറിയിക്കുവാനായിട്ട്, അതിൻ്റെ ഒരു ഭയങ്കര ഒരു പാഷനായിരുന്നു. അപ്പോൾ പാട്ടിലൂടെ അനേകം സ്ഥലങ്ങളിൽ പോയിട്ട് ദൈവത്തിൻ്റെ ഈ സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് നൽകി. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പോയി പാടി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും. എല്ലാ ലാംഗ്വേജും അറിയാമോ എന്ന് ചോദിക്കും. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എൻ്റെ സ്വന്തം സ്ഥലങ്ങളിലൊക്കെയാണ് പാടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ പാടുന്ന പാട്ടുകാരുണ്ട്. എനിക്ക് ജോലി കീബോർഡ് വായിക്കുക, ഡയറക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ പാടിയതിന് ശേഷം ഒരു പാട്ട് പാടാൻ അവസരമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു പാട്ട് ഞാൻ പാടുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഹിന്ദി ഗാനമുണ്ട്, നീലേ ആസ്മാങ്കെ പാറ് ജായെങ്കി, ആ പാട്ടാണ് പാടുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആ പാട്ട് ഞാൻ പാടും. അപ്പോൾ എവിടെ പോയാലും അടുത്ത കൺവെൻഷൻ അവർ പറയും ശാലയം ഇന്ന പാട്ട് പാടണം, നീലേ ആസ്മാങ്കെ പാറ് ജായെങ്കി. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഇത് മലയാളമല്ല കേരളമല്ല, ഇവിടെ ഈ പാട്ട് നീ എന്തിനാണ് പാടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാനിത് എവിടെ പോയാലും ഈ പാട്ട് ഇങ്ങനെ പാടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ ജമ്മു കാശ്മീർ, അവിടുത്തെ കാശ്മീർ യൂണിവേഴ്സിറ്റി വെച്ചൊരു പ്രോഗ്രാമുണ്ട്, അവിടെ ക്യാമ്പസിലെ പ്രോഗ്രാമാണ്. അപ്പോൾ വേറൊരു കീബോർഡിസ്റ്റൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ കാശ്മീർ വരെ റോഡ് വേ ആണ് യാത്ര, ഒരാഴ്ച വരെ എടുക്കും. അപ്പോൾ നമ്മൾ പല ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങിയാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ മാസം അമേരിക്കയിൽ പോയിരുന്നു. എന്തിനാണ് പോയതെന്ന് വെച്ചാൽ പാട്ട് വർഷിപ്പ് ലീഡ് ചെയ്യാനാണ് പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എങ്ങനെ അമേരിക്കയിൽ പോയെന്ന് വെച്ചാൽ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം കാട്ടാക്കട എന്ന സ്ഥലത്തുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകൾ പാടുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അമേരിക്കയിലോട്ടൊരു വിളി വന്നപ്പം എനിക്കൊരു ടെൻഷനില്ല, ഞാൻ അവിടെ പോയിട്ട് അത് പാടി. അപ്പോൾ അതുപോലെ ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ ഹിന്ദി ലാംഗ്വേജ് അറിഞ്ഞുകൂടായെങ്കിലും ഞാൻ എവിടെ പോയാലും ഈ പാട്ട് പാടുമായിരുന്നു, നീലേ ആസ്മാങ്കെ പാറ് ജായെങ്കി. പിന്നെ സ്വാഭാവികമായിട്ട് ലാംഗ്വേജ് പഠിച്ച് പല പാട്ടുകളൊക്കെ പാടുവാനായിട്ട് സാധിച്ചു. ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് 10-15 വർഷം മുമ്പുള്ള കാര്യമാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ വൈദ്യുതി എത്തിയിട്ടില്ല, കറണ്ട് എത്തിയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് പല കുഞ്ഞുങ്ങളും വന്നിട്ട് ട്യൂബ് ലൈറ്റിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബോക്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സംഗീതത്തിൻ്റെ സ്വരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ വന്നിരിക്കും, ആൾക്കാർ വന്ന് കൂടും. അപ്പോൾ അവരോട് പാട്ട് പാടും. എന്നിട്ട് നമ്മൾ അവിടെ ചെയ്യുന്നത് മദ്യത്തെക്കുറിച്ച്, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച്, നല്ല ജീവിത നിലവാരത്തെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കും. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഓടി വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ടിലൂടെ സുവിശേഷം നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയാണ് പറയുന്നത്. കാരണം അമ്മ എൻ്റെ റോൾ മോഡലാണ്. കുഞ്ഞുനാൾ മുതൽ അമ്മയാണ് എനിക്ക് എല്ലാ എക്സ്പീരിയൻസ്. നമ്മുടെ വീട്ടിലിപ്പോൾ അമ്മ ഇപ്പോൾ ഇല്ലെങ്കിലും പാട്ടുപുസ്തകങ്ങൾ ഇങ്ങനെ അടിക്കും, വലിയൊരു ശേഖരമുണ്ട്. കൊച്ചു പാട്ടുപുസ്തകങ്ങൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ എല്ലാ പാട്ടുപുസ്തകവും വാങ്ങി വയ്ക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കണ്ട് 1983 കൺവെൻഷൻ പാട്ടുകൾ. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കീബോർഡൊക്കെ വാങ്ങി തന്നെ പറഞ്ഞ്, ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ശൗലിൻ്റെ ദുരാത്മാവ് മാറിപ്പോയി. അപ്പോൾ അമ്മ പറയുന്നത്, മോനെ നീ പാട്ട് പാടുമ്പോൾ, നീ കീബോർഡ് വായിക്കുമ്പം ആൾക്കാർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പറ്റണം, അല്ലെ, ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ അനുഭവിക്കുവാനായിട്ട് പറ്റണം. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പല യൂത്ത് ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഒരിക്കൽ ഒരു ഒറീസയിലുള്ള ഒരു പയ്യനാണ് വന്നിട്ട് പറഞ്ഞു, ബായി എന്നാണ് വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം ഹിന്ദി പറഞ്ഞതാണ്, നിങ്ങൾ കീബോർഡ് കൈവയ്ക്കുമ്പോൾ എനിക്ക് കണ്ണിന്നും അല്ല അറിയാതെ ഞാൻ കണ്ണുനീർ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റുന്നുവെന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ട് പല ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ചിലപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു യൂത്ത് ക്യാമ്പിന് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അത് വായിച്ചപ്പോൾ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. അപ്പോൾ പാട്ടിലൂടെ അല്ലെങ്കിൽ സംഗീതത്തിലൂടെയും അനേകർക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് പറ്റും. ഓരോന്നിനും ഓരോ കൃപയാണ്. പ്രസംഗിക്കുന്നതും പാടുന്നതുമൊക്കെ ദൈവത്തിൻ്റെ ഓരോ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ പാട്ടിലൂടെ ഈ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് ദൈവം കൃപ നൽകി. പിന്നെ എൻ്റെ അമ്മ കുഞ്ഞുനാളിലെ എന്നെ നേർന്നിട്ട് എന്ന് വെച്ചാൽ അവർ പറയുന്നത്, നീ നമ്മുടെ ഭവനത്തിലെ മൂത്ത മകനാണ്, നീ ഒരു ശുശ്രൂഷക്കാരനായി തീരണം, ഒരു പാസ്റ്ററായി തീരണം, ഒരു പുരോഹിതനായി തീരണം. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോൾ എൻ്റെ ആ ഒരു ഇഷ്ടം അങ്ങ് മാറി. ഇഷ്ടം മാറിയ മീൻസ് എനിക്ക് സുവിശേഷ വേല ചെയ്യണം, പക്ഷേ ഒരു പുരോഹിതനാകാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ആദ്യമായിട്ട് സുവിശേഷം പറയണം, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇനിയും സുവിശേഷം പറയണം, അത് പാട്ടിലൂടെ ആകട്ടെ പ്രസംഗത്തിലൂടെ ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഈ ഒരു പോയിന്റിലാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ 25 വയസ്സ് പൂർത്തിയാകുന്ന ഒരു സമയം ഇങ്ങനെ ഉത്തർപ്രദേശ് ഗോരഖ്പൂർ അവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സഭയുടെ, അതായത് എൻ്റെ ലൂതറൻ സഭയുടെ അച്ഛൻ എൻ്റെ വീട്ടിനകത്തിരിക്കുകയാണ്.
അപ്പോൾ അച്ഛൻ ചോദിച്ചു, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ കേക്കൊക്കെ ഇരിക്കുന്നു. 25 വയസ്സിൽ ആദ്യമായിട്ടാണ് ഒരു കേക്ക് മുറിക്കുന്നത് വീട്ടിൽ. അത് അനിയനും അനിയത്തിയും പപ്പയും അവരൊക്കെ പ്ലാൻ ചെയ്തതാണ്. കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി. അച്ഛൻ വെളിയിലിറങ്ങി. പപ്പ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു അച്ഛന് കാണിക്ക കൊടുക്കാനായിട്ട്. കാണിക്ക കൊടുത്തപ്പോൾ അച്ഛൻ ഇങ്ങനെ കാണിക്ക വാങ്ങിയെന്തോ അങ്ങനെ വാങ്ങിയിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, ശാലേമേ ഇങ്ങനെ നടന്നാൽ മതിയോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ, അല്ല നീ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു, അത് നല്ല കാര്യം തന്നെ, പക്ഷേ ഒരു എന്താണ്, ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യം വേണം, ഇനിയൊരു വിവാഹ ജീവിതമൊക്കെ വേണ്ടേ, ഭാവിയെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എന്ത് കുഴപ്പം, അല്ല നീ സുവിശേഷ വേല ചെയ്തോ, പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് നേടണം, ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പോയിട്ടൊരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇത് മതി. അപ്പോൾ അല്ല നീ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടുകാർ ഈ അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് മനസ്സിലായി. എന്തായാലും അച്ഛൻ്റെ വാക്കിന് മുമ്പ് ഞാൻ നോ പറഞ്ഞില്ല. ഓക്കെ അച്ഛാ ഞാൻ പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ MCOM പഠിച്ചതല്ലേ, ഒരു കാര്യം ചെയ്യാം, സിംഗപ്പൂരിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവിടെ PG കഴിഞ്ഞ കുട്ടികൾക്ക്, സെമിനാരി വിദ്യാർത്ഥികൾക്ക് 5 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ ആലോചിച്ചോ, സിംഗപ്പൂർ കുഴപ്പമില്ല, 5 വർഷമല്ലേ, പോകാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് ചിന്ത വന്നിട്ട് എന്തായാലും അച്ഛൻ അതിനുള്ള പ്രോസസ്സ് ചെയ്തു. ഞാൻ പിറ്റുന്നൊക്കെ പോയി പാസ്പോർട്ടിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ആ സെമിനാരി വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവസാനമായിട്ട് അച്ഛൻ എന്നെ വിളിച്ച് പറയുന്നു, ടോഫൽ എന്ന സർട്ടിഫിക്കറ്റ് കൂടെ വേണം, ഈ സെമിനാരി ഇപ്പോൾ അത് നിർബന്ധമാക്കി ടോഫൽ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ആ ടോഫലില്ല, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു സന്തോഷം കൂടെ തോന്നി, കാരണം എനിക്ക് സെമിനാരി പോകണ്ടല്ലോ, ഇനി എനിക്ക് ഇതുപോലെ സുവിശേഷ വേലയായിട്ട് കറങ്ങാൻ പോകാമല്ലോ എന്നൊരു ചിന്തയും കൂടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ വിടാൻ മനസ്സായില്ല. അച്ഛൻ പറഞ്ഞു, അത് പറ്റില്ല, നിനക്ക് ഇവിടെ നമ്മുടെ സെമിനാരി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ത്യക്കകത്ത് നല്ല നല്ല സെമിനാരികളുണ്ട്. അപ്പോൾ അദ്ദേഹം 3 സെമിനാരിയുടെ പ്രോസ്പെക്ടസ് വാങ്ങി. ഒന്ന് പൂനെയിലുള്ള UBS, ബാംഗ്ലൂരുള്ള UTS, അത് ചെന്നൈയിലുള്ള ഒരു ഗുരുകുൽ എന്ന സെമിനാരി. അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ചിന്ത ഇങ്ങനെ വരെയാണ്, ഞാൻ ഈ സെമിനാരി പോയാൽ ഇവരെന്നെ പിടിച്ച് പള്ളിയിൽ അച്ഛനാക്കും, അതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തു, ഒരിക്കലും ഞാൻ ചെന്നൈ പോകില്ല, നമ്മുടെ ഒരു സെമിനാരിയാണ് ലൂതറൻ സെമിനാരി, ഗുരുകിൽ പോകില്ല, അതുപോലെ UTCയിലും പോകുന്നില്ല, സൗത്തിൽ പോകുന്നില്ല, നോർത്തിൽ എവിടെയെങ്കിലും പോകും, കാരണം നോർത്ത് ഇന്ത്യ ആണല്ലോ എൻ്റെ പാഷൻ. അപ്പോൾ UBSൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അവിടെ മാത്രം ഞാൻ എൻട്രൻസ് എഴുതാനായിട്ട് പോയി. എൻട്രൻസ് എഴുതി. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല, രണ്ടാമത്തെ ലിസ്റ്റിൽ പേരില്ല, മൂന്നാമത്തെ ലിസ്റ്റിൽ പേരില്ല. ഭയങ്കര സന്തോഷമായിരുന്നു, കൂടെ ഉള്ളവർക്കും ഭയങ്കര സന്തോഷമാണ്, പേരില്ലല്ലോ, എൻ്റെ പേരില്ലല്ലോ എന്ന്. കാരണം എൻ്റെ കൂടെ പാടുന്നവർക്കും ടീമിലെ അംഗങ്ങൾക്കൊക്കെ ഞാൻ പോകുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യവും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷേ ദൈവകൃപയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, എന്താണ് അവസാനം UBSൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ 4 വർഷം എൻ്റെ സെമിനാരി വിദ്യാഭ്യാസം UBSലാണ് പൂർത്തീകരിച്ചത്. 4 വർഷത്തെ സെമിനാരി പഠനം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗോൾഡൻ പീരീഡ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഏകദേശം സ്റ്റേറ്റിലുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ 4 വർഷത്തെ ഒരു കാലഘട്ടമാണ്. കാരണം അവിടെ നമുക്ക് ദൈവീകപരമായ കാര്യങ്ങളാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, എല്ലാ മേഖലകളുടെ കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന, എൻ്റെ സെമിനാരിയിലാണ് ഞാൻ പഠിച്ചിരുന്നതെങ്കിൽ എൻ്റെ ഡോക്ടറിൻസൊക്കെ ഞാൻ കൂടുതലായിട്ട് പഠിക്കും, മറ്റുള്ള പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വിഷയം, ഒരു ടോപ്പിക്ക്, ഇപ്പോൾ സ്നാനമാകട്ടെ അല്ലെങ്കിൽ തിരുവത്താഴമാകട്ടെ കുർബാനാകട്ടെ, ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അവരവരുടെ വ്യൂ പോയിൻ്റിൽ അവർ സംസാരിക്കും, അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് സംസാരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി, ഒരുപാട് ആൾക്കാരുടെ കൾച്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റി, ഒരുപാട് ആഹാരക്രമീകരണം ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അതുമാത്രമല്ല ഞങ്ങളുടെ UBSൽ ഇങ്ങനെ ഓരോ ടേബിളുണ്ട്, മലയാളികൾ ഓരോരുത്തരിക്കും, ഹിന്ദിക്കാരോടൊത്തിരിക്കും, ഇങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എനിക്ക് മുമ്പ് അവിടെ പഠിച്ച ഒരു കുട്ടി എന്നോട് പറഞ്ഞ, ശാലേം നീ ഒരിക്കലും മലയാളം ടേബിളിൽ പോയിരിക്കരുത്, നിനക്കൊന്നും ഡെവലപ്പ് ആകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അല്ലാത്ത ടേബിളുകളിൽ പോയിരിക്കും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ഒന്നും മനസ്സിലാവില്ല. എൻ്റെ ടേബിളിൽ അരുണാചലിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അരുണാചൽ, ഗുജറാത്ത്, ഇവിടെയൊക്കെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുമായിട്ടാണ് ഈ 4 വർഷം ഇങ്ങനെ മിങ്കിൾ ചെയ്ത്, അപ്പോൾ എങ്ങനെ ഇടപെടണം, ഓരോരുത്തരുടെ രീതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ എല്ലാം അതിൻ്റെ നന്മയ്ക്കായി ആ വിദ്യാഭ്യാസം ശുഭകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ദൈവം കൃപ നൽകി. സെമിനാരി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പഴയ ടീമുകാർ എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പഞ്ചാബിലേക്കൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ പോകുന്നു. അമ്മ പറഞ്ഞു, ഓക്കെ എന്തായാലും നീ ഫ്രീ ആയിട്ട് എനിക്കല്ലേ പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ പഞ്ചാബിലോട്ട്
ഇങ്ങനെ പ്രോഗ്രാമിനായിട്ട് പോയപ്പോഴാണ് ഞങ്ങളുടെ സഭയിൽ അടുത്ത് ഓർഡിനേഷൻ്റെ പീരീഡായപ്പോൾ ഈ സെമിനാരി വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് ഒരു അവരെ കമ്മീഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അപ്പോൾ ഓർഡിനേഷന് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം സെമിനാരിയായിട്ടും സിനഡുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം മുഖാന്തരം എന്നെയും കൂടെ ഇതിനകത്ത് കയറ്റുവാനായിട്ട് കമ്മീഷൻ ചെയ്ത് ഒരു പാസ്റ്റർ ആക്കുവാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തിട്ട് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ സെമിനാരിയുടെ കമ്മീഷൻ നടക്കാൻ പോവുകയാണ്, അല്ല നമ്മുടെ സിനഡിൻ്റെ കമ്മീഷൻ നടക്കാൻ പോവുകയാണ്, നീ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരില്ല എന്ന് തന്നെ പറഞ്ഞത്. എന്നിട്ട് പക്ഷേ അദ്ദേഹം വിളിച്ച് ടീമിൻ്റെ മെമ്പേഴ്സിനെയൊക്കെ സംസാരിച്ചു. എന്തായാലും ഞാനത് വരുവാനായിട്ട് തയ്യാറായി. അങ്ങനെയാണ് ഇതിനകത്തോട്ട് വരുവാനായിട്ട് ഇടയായത്. മനസ്സോടെയാണ് വരുന്നത്. പക്ഷെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ദൈവത്തിന് ഓരോന്നിനും ഓരോ പദ്ധതിയുണ്ട്. കാരണം ഞാൻ കൊച്ചുനാൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യും. എൻ്റെ പ്ലാന് പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. എൻ്റെ പ്ലാൻ പോലെ ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. പക്ഷേ നടക്കുന്നതെല്ലാം അത് ഭംഗിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ശുശ്രൂഷ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. ഇപ്പോൾ ഏകദേശം 10 വർഷമാകാൻ പോകുന്നു ഞാനൊരു ശുശ്രൂഷകനായി വന്നതിന് ശേഷം. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ദൈവത്തിന് ഒരുപാട് കാര്യം എൻ്റെ ഈ സഭാ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൾക്കാരോട് ഇടപെടുന്ന കാര്യങ്ങളാകട്ടെ, ഒരുപാട് കാര്യങ്ങൾ അത് ദൈവം എന്നെ ഓരോ സ്ഥലത്തുകൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം മോശയുടെ കാര്യം. മോശ 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജനത്തെ നയിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ. അദ്ദേഹം 40 വർഷം കൊട്ടാരത്തിനകത്തായിരുന്നു. കൊട്ടാരത്തിനകത്ത് നിന്ന് നേരിട്ടല്ല അദ്ദേഹത്തെ വിളിച്ചിറക്കുന്നത്. അദ്ദേഹത്തെ എന്താ ചെയ്യുന്നത്? 40 വർഷം അദ്ദേഹം മരുഭൂമിയിൽ പോയി കിടക്കുന്നു. അവിടെ ആടുകളെ മേയ്ക്കുന്നു. ഈ ആടുകളൊക്കെ മേയിച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഈ 6 ലക്ഷത്തിലധികം ജനത്തെ നയിക്കുവാനായിട്ട് മോശയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു പക്ഷേ അതുപോലെ ചില എക്സ്പീരിയൻസ് തരുവാനായിട്ടായിരിക്കാം പല മേഖലകളിലൂടെ ദൈവം എന്നെ കൊണ്ടുപോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശുശ്രൂഷയിൽ എനിക്ക് സന്തോഷത്തോടും തൃപ്തിയോടുകൂടെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈദിക ശുശ്രൂഷയിൽ വന്നതിന് ശേഷവും എനിക്ക് ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് പാട്ടുകൾ പാടുവാനായിട്ട് പാട്ടിലൂടെയാണ്. ഞങ്ങളുടെ ലൂതറൻ സഭയിൽ തന്നെ ക്ലർജി കൊയർ എന്നൊരു കൊയർ വിഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ക്ലർജി കൊയറിൽ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിട്ടും അവരെന്നെയാണ് അത് ലീഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാട്ടിലൂടെ അനേകം സഭകളിൽ പോയിട്ട് പാട്ട് പഠിപ്പിക്കുവാനായിട്ട് നമ്മുടെ ആരാധനാക്രമങ്ങൾ ലീഡ് ചെയ്യുവാനായിട്ടൊക്കെ എന്നെ ഉപയോഗിക്കുന്നുണ്ട് ദൈവം. അതുമാത്രമല്ല, ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴും പ്രസംഗത്തെക്കാൾ ഉപരി പാട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പാട്ട് അത് 1-2 കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് രസകരമായിട്ട് തോന്നുമായിരിക്കും. സാധാരണ ഈ ഗോരഖ്പൂർ അല്ലെങ്കിൽ ഈ ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ ഇവിടെയൊക്കെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഇപ്പം ക്രിസ്മസ് സീസണിലാണ് നമ്മളവിടെ പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്നത് വെച്ചാൽ കീബോർഡ് സ്റ്റേജിലിരിക്കും, പ്രസംഗകർ പാട്ടുകാരെല്ലാവരും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കീബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട്, കീബോർഡ് സ്റ്റെപ്പും സ്റ്റേജിലിരുന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റുകാരും വന്ന് പാട്ട് പാടുമ്പോഴും ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, പാട്ട് പാടുവാനായിട്ട് അവിടെ സ്റ്റേജിലുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ രസകരമായിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ്. എപ്പോഴും സ്റ്റേജിലുണ്ടാകും, എപ്പോഴും ഒരു മാന്യത കിട്ടുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ആരാധനയോടെ കാണുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിയാണെന്നറിയില്ല, പ്രസംഗത്തെക്കാൾ ഉപരി അപ്പോഴും പാട്ടിന് ഞാൻ ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഒരു സുവിശേഷകനായി അല്ലെങ്കിൽ ദൈവവിളി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അത് എപ്പോൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് എനിക്ക് പറവാനായിട്ട് പറ്റുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാണ് എന്ന് പറയുന്നു. സ്കൂൾ ജീവിതമൊക്കെ നോക്കിയാൽ എൻ്റെ ജീവിതം അത്ര വിശുദ്ധമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എൻ്റെ കൂട്ടുകാരോട് ചേർന്ന് കളിക്കുകയും എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. അതായത് പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവ് ആണെങ്കിലും തെറ്റായ ജീവിതം അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. വലിയ തെറ്റുകളല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വ്യക്തമായിട്ട് എനിക്ക് ഇന്ന ദിവസമാണ് ദൈവത്തിൻ്റെ വിളി ഉണ്ടായത് എന്ന് പറയുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ കുഞ്ഞുനാൾ മുതൽ തന്നെ ദൈവിക പ്രവർത്തനങ്ങൾ ഞാൻ വ്യാപൃതനായിരുന്നു. ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ കൃപയൊക്കെ അധികമായിട്ട് നമുക്ക് അറിയുവാനായിട്ടൊക്കെ സാധിക്കുന്നത്. വൈദിക ജോലി ചെയ്യുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അത് ഇപ്പോൾ ഞാൻ PG പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടം കൊണ്ട് തീരുന്നതല്ല. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഡെയിലി എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അറിവ് നമ്മൾ നേടണം. കാരണം ഇപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ ബൈബിൾ പ്രസംഗിക്കുകയാണ്, ഖുർബാൻ എന്നൊരു വാക്ക് ബൈബിളിലുണ്ടായിരുന്നു, ഖുർബാൻ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം താഴെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സഭയിലുള്ള 1-2 കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. കാരണം അവരുടെ കയ്യിൽ ഇൻ്റർനെറ്റ്, മൊബൈൽ ഇതെല്ലാം ഉണ്ട്, വളരെ ബുക്സുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ്
ഇവർ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വൈദിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു PGയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അതോടുകൂടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നില്ല. തുടർച്ചയായിട്ട് വായന ഏറ്റവും അത്യാവശ്യമാണ്. പത്രവായനയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ശുശ്രൂഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. വൈദിക ശുശ്രൂഷ ചെയ്തപ്പോഴും നേരിട്ടുള്ള ജീവിതത്തിലൊക്കെ സന്തോഷകരമെന്ന് പറയുമ്പോഴും ഒരുപാട് തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ചെയ്യാത്ത പല കാര്യങ്ങളും അച്ഛൻ കൂടെ കൂട്ടുനിന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു പക്ഷേ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ദിവസം ഇങ്ങനെ രാവിലെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവവചന ശുശ്രൂഷയുടെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന ഒരു ചിന്തയാണ്, ഞാനൊരു വ്യക്തിയെ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും സാധാരണ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ എയും ബിയും 2 വ്യക്തികളുണ്ട്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഒരു വ്യക്തി നല്ലവനാണോ മോശമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നല്ലവനാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴാണ്, ഞാൻ മറ്റൊരു വ്യക്തിയെ നോക്കി, ഇന്ന അച്ഛനേക്കാളും എനിക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന അച്ഛൻ്റെ ക്വാളിറ്റി എനിക്കില്ല, ഇത് വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ആ വചനം ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തിയായിട്ടല്ല. ഇപ്പോൾ ഓരോ ദിവസം ആൾത്താരുടെ മുമ്പിൽ, ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ആൾത്താരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ യോഗ്യനല്ല. അപ്പോൾ ക്രിസ്തുവുമായിട്ടാണ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഈ മനുഷ്യരെ ഒരു ലോകത്തിലെ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തി ഇപ്പോൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്താൽ ഞാൻ ഉടൻ നോക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എത്രയെത്ര ആരോപണങ്ങളാണ് കർത്താവ് നേരിട്ടത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരമായ ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലൊരു വേദന വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ നോക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തു അനുഭവിച്ച കഷ്ടമാണോ, ഞാൻ അത്രത്തോളം കഷ്ടം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. അപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ക്രൂശിലേക്കാണ്, അല്ലെങ്കിൽ വചനത്തിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബലമാണ്, ഭയങ്കര ആശ്വാസമാണ്, അല്ലെങ്കിൽ എനിക്ക് തൃപ്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വചന വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും ഡള്ളായിപ്പോയി, നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. പലപ്പോഴും നിരാശപ്പെട്ടു പോയി, അയ്യോ എന്നിട്ട് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തുവല്ലോ. പക്ഷേ ഈ ഒരു വചനം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം അങ്ങനെ അത് ഞാൻ ഇങ്ങനെ സാധാരണ ചിലപ്പോൾ ഞാൻ പറയണ്ട, തീ കുരുത്തതാണ് വെയിലത്ത് പാടില്ല, എന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല, ഇങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അത് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയും മാത്രമേ ഉള്ളൂ, എനിക്ക് ഞാൻ കമ്മിറ്റഡ് ആയിരിക്കുന്ന ക്രിസ്തുവിനോട്ടാണ്, ദൈവസഭയുമായിട്ടും ക്രിസ്തുവുമായിട്ട് ഞാൻ കമ്മിറ്റഡാണ്. അപ്പോൾ എനിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞാലും ഞാൻ നോക്കുന്ന ക്രിസ്തുവിലേക്കാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് പറ്റുന്നുണ്ട്. 1-2 ചിന്തകൾ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. കുഞ്ഞുനാൾ മറ്റൊരു കാര്യം അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നമ്മുടെ വാക്കുകൾ എപ്പോഴും ഭയങ്കര ശക്തിയുള്ളതാണെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് പരീക്ഷ ഞാൻ പഠനത്തിൽ വളരെ മുമ്പിലല്ല. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതാനായിട്ട് പോയിരിക്കുകയാണ്. ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറാണ്. അപ്പോൾ അന്ന് ജയിക്കാനായിട്ട് 50 മാർക്കിന് പരീക്ഷയാണ്, 10 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ പരീക്ഷ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ സ്കോഡ് വന്നപ്പോൾ ഞങ്ങളിരുന്ന ഡെസ്കിൻ്റെ അടിയിൽ ഒരു പേപ്പർ കഷ്ണം കിടന്നു. ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ പള്ളിയിലുള്ള ഒരാൾ തന്നെയാണ് ഇപ്പുറത്തിരിക്കുന്നത്, പരീക്ഷ ഒരു ഡെസ്കിൻ്റെ അങ്ങേ ഇപ്പുറത്തോട്ട്. അപ്പോൾ ഇവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തു, ഇതാരാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പറഞ്ഞു 3 വർഷത്തിൽ ഡീബാർ ചെയ്യും, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പെടുത്തി. അപ്പോൾ ഞങ്ങളല്ല സാർ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ട് കൈ അനങ്ങുന്നില്ല, വേർപ്പും എഴുതാനായിട്ട്. പക്ഷേ എങ്ങനെയോ പരീക്ഷ എഴുതി പൂർത്തീകരിച്ചു, ദൈവാലയത്തിൽ വന്നു. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, ജയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഭയങ്കര പാടായിരുന്നു, ഞാൻ തോക്കും. ഇങ്ങനെ എപ്പോൾ ആര് ചോദിച്ചാലും പറഞ്ഞു ഞാൻ തോക്കും. പക്ഷേ എനിക്കറിയാം ഞാൻ ഒന്നും എഴുതിയില്ല, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, കുറച്ച് എന്തൊക്കെ എഴുതി വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലെ പ്രാർത്ഥന, ദൈവമേ 10 മാർക്കെങ്കിലും കിട്ടണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 10 മാർക്കാണ് കിട്ടിയത്, ഞാൻ ജയിച്ചു, 10ാം ക്ലാസ് ജയിച്ചു. തോക്കും എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തോക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനമുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരിക്കലും ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞ്, ശാലേമൻ നീയാണ് ഈ പ്രോഗ്രാമിൻ്റെ കീബോർഡ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്ര വലിയ ജനസമൂഹത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും വാ കൊണ്ട് പറയുന്നതാണ്, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ വേറെ നല്ല കീബോർഡ്സ് ഞാൻ അന്വേഷിക്കുകയും. സംഭവിച്ചെന്താണ്, ആ പ്രോഗ്രാം ക്യാൻസലായി പോയി. ആ പ്രോഗ്രാം എനിക്ക് വായിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വാക്കിന് ഭയങ്കര ശക്തിയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. മറ്റൊരു സീനിയർ പാസ്റ്റർ എന്നോട് പറഞ്ഞെന്ന ഒരു കാര്യമാണ്,
നമ്മൾ ഈ സാധാരണ ഈ ട്രാൻസ്ഫറൊക്കെ വരുമല്ലോ, പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ട്രാൻസ്ഫറൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് നമ്മൾ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭയുമായിട്ടും ദൈവവുമായിട്ടും നമ്മൾ വിശ്വസ്തരായിട്ട് ശുശ്രൂഷ ചെയ്താൽ ട്രാൻസ്ഫർ സമയത്ത് നമ്മൾ ആരോടും എന്നെ നിങ്ങളുടെ പള്ളിയിൽ വിളിക്കണം അല്ലെങ്കിൽ നമ്മൾ ആരോടും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർ ക്യൂ ആയിട്ട് നമ്മുടെ സഭയിൽ നൽകി. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ട്രാൻസ്ഫർ സമയത്ത് ഞാൻ സിനഡിൽ നിന്ന് മനസ്സിലാക്കിയത് എനിക്ക് വേണ്ടി 22 പള്ളിക്കാർ ക്യൂ നിന്നാണ്. 22 പള്ളിക്കാർ എന്നെ വിളിക്കാനായിട്ട് നിന്നു എന്ന് പറഞ്ഞ് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. നമ്മൾ ദൈവവുമായിട്ടും സഭയുമായിട്ടും നല്ല ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ ട്രാൻസ്ഫർ സമയത്ത് ഞാൻ ചോദിക്കും, എന്നെ നിങ്ങളുടെ സഭയിലൊന്ന് വിളിക്കുമോ, നിങ്ങളുടെ സഭയിലൊന്ന് വിളിക്കുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുവാനായിട്ടിടയായി. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ വിശ്വസ്തയോടുകൂടെ നമ്മൾ അത് നിറവേറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, മറ്റൊരു ശുശ്രൂഷ പറഞ്ഞെന്ന മറ്റൊരു ഉപദേശം എന്ന് വെച്ചാൽ, ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണ സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ സഭയിലെ വിശ്വാസി ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, ഇത് എൻ്റെ സഭയിലെ പാസ്റ്ററാണ്, ഇതെൻ്റെ സഭയിലെ അച്ഛനാണ് എന്ന് പറയുവാനിട്ടിടയായി തീരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, എൻ്റെ സംസാരം നല്ല നീറ്റായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ സഭയിലെ വിശ്വാസി വിരൽ ചൂണ്ടി പറയുള്ളൂ ഇത് എൻ്റെ സഭയിലെ പാസ്റ്ററാണെന്ന്. ഞാൻ മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കാതെ തോന്നിയതുപോലെ വന്ന് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം പറയാനായിട്ട് മടിക്കും. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണ്. ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ അനേകം കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ അത് പാഠമാക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ഇത്രയും കാലത്തെ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ജീവിതമാണ് ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങൾ, അത് വീഴ്ചകളാകട്ടെ ഉയർച്ചകളാകട്ടെ, ജീവിതമാണ് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്.